നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ കോൺഗ്രസ് മത്സരിക്കും. ഇത്തവണ മട്ടന്നൂർ വേണ്ടെന്ന് RSP UDF-ൽ അറിയിച്ചു. പകരം ചാത്തന്നൂർ അല്ലെങ്കിൽ ചടയമംഗലം ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ ഈ സീറ്റുകൾ വിട്ടുനൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഇല്ലിക്കൽ അഗസ്തി ഇത്തവണ LDF-നൊപ്പമാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 60,963 വോട്ടുകൾക്ക് KK ശൈലജ വിജയിച്ച മണ്ഡലം. തൊട്ടുമുന്നിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം EP ജയരാജന് നൽകിയത് 40,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം. ജയസാധ്യത തീരെയില്ലാത്ത ഈ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ UDF രീതി. SJDU-വും JDU-വും RSP-യും മത്സരിച്ചെങ്കിലും ഇടതുകോട്ട ഭദ്രമായി തന്നെ തുടർന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഇടതുപക്ഷത്തിനോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാനെങ്കിലും കഴിയുമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അണികളുടെയും വികാരം. DCC-യെയും KPCC-യെയും ഇക്കാര്യം നേരത്തെ അറിയിച്ചതുമാണ്. ഇതിനിടയിലാണ് മട്ടന്നൂർ വേണ്ടെന്ന് RSP അറിയിക്കുന്നത്. എന്നാൽ പകരം ചോദിക്കുന്ന ചാത്തന്നൂരോ ചടയമംഗലമോ വിട്ടുനൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. മട്ടന്നൂരിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമാണ്. രാജീവൻ എളവായൂർ, ചന്ദ്രൻ തില്ലങ്കേരി, ഫർസീൻ മജീദ് എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത. KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ എന്നതാണ് രാജീവൻ എളയാവൂരിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. പ്രാദേശികമായുള്ള സ്വാധീനം ചന്ദ്രൻ തില്ലങ്കേരിയെ തുണയ്ക്കുമ്പോൾ യുവവോട്ടുകൾ നേടാൻ ഫർസീൻ മജീദ് മത്സരിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ RSP സ്ഥാനാർത്ഥി ഇല്ലിക്കൽ അഗസ്തി ഇത്തവണ LDF-നൊപ്പമാണ്. RSPക്ക് ശക്തമായ സംഘടനാ സംവിധാനമോ വോട്ട് ബാങ്കോ കണ്ണൂരിലും പ്രത്യേകിച്ച് മട്ടന്നൂരിലും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.